ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ 2 മാസത്തെ PNL ആണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ എന്തായാലും PNL നോക്കാം. ഇതിപ്പോൾ ഫ്ലാറ്റ് ട്രേഡാണ്. ഫ്ലാറ്റ് ട്രേഡിലാണ് ഞാൻ ട്രേഡിങ് കാര്യങ്ങളൊക്കെ എടുക്കൽ. അതിൻ്റെ PNL ഇവിടെ റെഫറൻസ് റേഡിൻ്റെ അവിടെ ആണ് ഉണ്ടാവുക. കഴിഞ്ഞ 2 മാസമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതിപ്പോൾ നവംബറാണ്. കഴിഞ്ഞ മാസം എന്ന് പറയുമ്പം ഒക്ടോബറാണ്. അതിൻ്റെ മുന്നത്തെ സെപ്റ്റംബർ 1 തൊട്ട് 30 വരെയുള്ള PNLാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെപ്റ്റംബർ 1 മുതൽ 30 വരെ ജനറേറ്റ് ലിങ്ക് കൊടുക്കാം. ഇതിപ്പോൾ നവംബർ മന്താണ്. നവംബർ തൊട്ട് മുന്നേ ഒക്ടോബർ, അതിൻ്റെ മുന്നേ സെപ്റ്റംബറിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നുള്ള PNL വെച്ചാൽ ഓഗസ്റ്റിലെ PNL ആയിരിക്കും. അതുവരെയുള്ള ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അതായത് നവംബർ ഇപ്പോൾ 2-ാം തീയതി ഉള്ളൂ. അതിൻ്റെ മുന്നേ ഒക്ടോബറിലെ PNL ഞാൻ ചെയ്തില്ല. ഒക്ടോബറിൽ വല്ലാണ്ട് വീഡിയോസും ചെയ്തില്ല. കംപ്ലീറ്റ് ബിസിയാണ്. ഇനി ട്രേഡൊന്നും ഇല്ല. ഇനി ആകെ 2-3 ട്രേഡ് എങ്ങനെ ഉണ്ടായുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചത്. PNL എന്തായാലും കാണിക്കാം. പിന്നെ അതിൻ്റെ മുന്നേ സെപ്റ്റംബറത്തത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കാണിക്കാൻ പോവാണ്. പിന്നെ അതിൻ്റെ മുന്നേ ഓഗസ്റ്റിലത് ഓൾറെഡി ചെയ്തതാണ്. ചാനലിൽ വീഡിയോ ഉണ്ട്. ഞാനാണെങ്കിൽ ലിങ്ക് PNLൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അണ്ടറിൽ കൊടുക്കാം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ 1 മുതൽ 30 വരെയുള്ള PNL. ഓക്കെ, ഇവിടെ കാണാം സെപ്റ്റംബറിലെ PNLാണ്. 23,000 പ്രോഫിറ്റാണ്. സോ ഈ പ്രോഫിറ്റ് എന്ന് പറയുമ്പം ഈ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്ത ക്യാപിറ്റൽ 2 lakh rupees-ആണ്. അതായത് 4 ലോട്ടിലാണ് ഞാൻ ചെയ്തത്. ഒരു ലോട്ടിന് ഞാൻ ഉപയോഗിക്കൽ 50,000 രൂപയാണ്. അപ്പോൾ 4 ലോട്ടിന് 2 ലക്ഷം. ഇപ്പോൾ 2 lakh ക്യാപിറ്റൽ വെച്ച് 23,000 പ്രോഫിറ്റ് പറഞ്ഞാൽ ഏകദേശം 10% കൂടുതൽ പ്രോഫിറ്റാണ് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം സെപ്റ്റംബറിൽ മേക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൽ മോസ്റ്റ് പ്രോഫിറ്റബിളുടെ സെപ്റ്റംബർ 25 ആണ്. 7,447. 25 ഓക്കെ, 24-25. ഓക്കെ, ഈ ദിവസമാണ് മാക്സിമം പ്രോഫിറ്റ് കിട്ടിയ ദിവസം. 7,400 രൂപ. അതിൻ്റെ കൂടെ ലോസും ഇത് പ്രോഫിറ്റും ഒക്കെ കിട്ടിയ പല ദിവസങ്ങളുണ്ട്. എന്തായാലും 1,700, 1,800 അങ്ങനെ പല രീതിയിലുള്ള ലോസും പ്രോഫിറ്റും ഒക്കെ ഉണ്ട്. 3,600 വരെയൊക്കെ മാക്സിമം ലോസൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഓവറോൾ മന്ത് എൻഡിലുള്ള പ്രോഫിറ്റാണ് ഈ കാണുന്നത്. 23,325 എന്ന് പറഞ്ഞത്. അതിൽ കുറച്ച് ബ്രോക്കറേജ് ഒക്കെ പോകും. ഒരു 3,000 ഒക്കെ ബ്രോക്കറേജ്, 3,000 അല്ല, 1,000-2,000 ആ റേഞ്ചിലൊക്കെ ബ്രോക്കറേജ് ചോദിക്കും. ഇതിൽ ശരിക്കും ബ്രോക്കറേജ് ഇല്ല. ഇതിലാകെ ടാക്സ് മാത്രമേ വരുള്ളൂ ഫ്ലാറ്റ് ട്രേഡിൽ. അതുകൊണ്ടാണ് ഞാൻ ഫ്ലാറ്റ് ട്രേഡിൽ ചെയ്യുന്നത്. ഗവൺമെൻറ് ടാക്സ് മാത്രമേ വരുള്ളൂ. ബ്രോക്കറേജ് സേവ്ഡ് എന്ന് ഇവിടെ കാണിക്കില്ലേ, അത് ഇതുകൊണ്ടാണ്. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ആപ്പിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ നമ്മൾ ബ്രോക്കറേജ് ആയിട്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ ഫ്ലാറ്റ് ട്രേഡിൽ ഈ 23,000-ൽ ബ്രോക്കറേജ് നമുക്ക് പോകില്ല. അതായത് 1,200-1,300 രൂപ നമുക്ക് പോകില്ല. അപ്പോൾ ആകെ നമുക്ക് വരാൻ പോകുന്ന എക്സ്പെൻസ് വെച്ചാൽ ഗവൺമെൻറ് ടാക്സ് മാത്രമാണ്. കുറച്ച് ടാക്സുകളുണ്ട്. STT, സർവീസ് ടാക്സ്, അങ്ങനത്തെ എന്തൊക്കെയോ, GST, അങ്ങനത്തെ എന്തൊക്കെയോ ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമേ കട്ടാവുള്ളൂ. അത് വളരെ ചെറിയ എമൗണ്ട് മാത്രമേ വരുള്ളൂ. ഓക്കെ, സോ അതാണ് ലോങ്ങസ്റ്റ് സ്ട്രീക്ക് 3 days. ഓക്കെ, സോ അതാണ് സെപ്റ്റംബറിലെ PNL. ഇനി നമുക്ക് ഒക്ടോബറിൽ നോക്കി നോക്കാം. ഒക്ടോബറിൽ നോക്കുകയാണെങ്കിൽ ഒക്ടോബർ 1 മുതൽ ഒക്ടോബർ 31 വരെ ജനറേറ്റ് ലിങ്ക് കൊടുക്കാം. റിവ്യൂ. അത് ഒക്ടോബറിൽ ഞാൻ പറഞ്ഞില്ല, ആകെ 2 ദിവസം മാത്രമേ ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂ. ഇതാകെ 180, ഇത് 75. ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ മന്തൊന്നും ഞാൻ ലാപ്പിൻ്റെ മുന്നിലില്ല. ഞാൻ ഫോണിലാണ് ഈ 2 ട്രേഡ് എടുത്തത്. ഈ 2 ട്രേഡ് ഞാൻ പുറത്തുനിന്നാണ് എടുത്തത്. ഫോണിലാണ് എടുത്തതും. ഫോണിലെടുത്തതുകൊണ്ട് തന്നെ ഞാൻ ട്രേഡ് മൂവ് ആവാൻ തുടങ്ങി കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ ഞാൻ കോസ്റ്റ് ഹൗസിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഒന്ന് അടിക്കുകയും ചെയ്ത് അങ്ങനെയാണ് 2 ട്രേഡും അങ്ങനെ ബ്രേക്ക് എക്സിറ്റ് ആയത്. അതിനുശേഷം പിന്നെ അല്ലാണ്ട് ട്രേഡ് നിർത്തിയില്ലേ. ഫോണിലെടുക്കുക എന്നാൽ അത്ര സുഖമുള്ള ഒരു ഏർപ്പാടല്ല. എനിക്കങ്ങനെ ഒരു കംഫർട്ടബിളായി തോന്നില്ല. വേണമെങ്കിൽ നമുക്ക് എടുക്കാം, പക്ഷേ എനിക്കങ്ങനെ ഒരു കംഫർട്ടബിളായി തോന്നാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിന് മെനക്കെട്ടില്ല. പിന്നെ ഫ്രീ ആയിട്ട് കംപ്ലീറ്റ് ലാപ്പിലൊക്കെ നോക്കിയെടുക്കാൻ വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരുന്നതാണ്. ഇനിയിപ്പോൾ ഈ മാസം തൊട്ട് എന്തായാലും ട്രേഡിങ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നവംബർ തൊട്ടിട്ട്. സോ നാളെ മുതൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനലിൽ വരുന്നതായിരിക്കും. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ബൈ.